Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെർമിസലി വെജ് പുലാവ്. അപ്പോൾ എങ്ങനെയാണ് വെർമിസലി കൊണ്ട് പുലാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം വെർമിസലി പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെർമിസലി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെർമിസലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല തിന്നായിട്ടുള്ള വെർമിസലി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നീളത്തിലുള്ളതാണെങ്കിൽ അതൊന്ന് ഒടിച്ച് ഇതേപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിനി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റണം. ഈ ഒരു പാകത്തിന് നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം, അതായത് നിങ്ങൾ വെർമിസലി എടുക്കുന്നത് 1 കപ്പ് വെർമിസലി ആണെങ്കിൽ 3/4 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം ഇതിൽ വെള്ളം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളക്കുന്ന വരെ മൂടി വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം ഫ്രഷ് ഗ്രീൻ പീസ് ഇങ്ങനെ പാക്കായിട്ട് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് 100 അല്ലെങ്കിൽ ഒരു 50 ഗ്രാം ചേർത്താലും മതി. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു 4 ബീൻസ് ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെർമിസലി അതും കൂടെ ചേർത്ത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം എടുക്കുന്നതിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അതായത് 1 കപ്പ് വെർമിസലിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 3/4 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റിന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും ഒരു ഇച്ചിരി വെള്ളം കൂടെ വറ്റി കിട്ടാനുണ്ട്. ഈ ഒരു പാകത്തിന് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഈ ലാസ്റ്റ് സമയത്ത് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊരു 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ആ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ പുലാവ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല കറക്റ്റായിട്ടുള്ള പുലാവ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.